പണ്ട് പറയണ ലവ് യു എന്തേലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് തന്തയ്ക്ക് എന്നെ വിളിക്കും. എടീ മോളേന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും ചായ ചോദിക്കുന്നത്. അത് അങ്ങനത്തെ അവരുടെ സംസ്കാരമാണ്. എന്താ റീസൺ പറഞ്ഞില്ല ബ്രേക്കപ്പ് ആയെന്ന്? റീസൺ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ആള് നാട്ടിൽ പറഞ്ഞു നടന്നതെല്ലാം ഞാൻ സ്ത്രീധനം ചോദിച്ചു അങ്ങനെയൊക്കെയാണ്. പക്ഷെ എൻ്റെ അടുത്താണ് ചോദിച്ചത്. ഹായ്, ഞാൻ അശ്വതി. ഫെയിം സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ പേര് നമുക്ക് ഓർമ്മ വരുന്നത് എന്തോ എൻ്റെ മച്ച അല്ലേ? എൻ്റെ മച്ച, അതാണ് ഞാൻ വന്നത്. എനിക്ക് പേര് എടുത്തില്ല, ഞാൻ സേവ് ചെയ്തിരുന്നു അങ്ങനെ, എൻ്റെ മച്ച. ഹായ് അശ്വതി. ഹലോ. എന്നാ ഉണ്ട്? സുഖം. വരുന്ന അശ്വതിയാണോ ശരിക്കുള്ള പേര്? അശ്വതിയാ ശരിക്കും പേര്. അപ്പൊ ഏഞ്ചൽ ആരാ? ഏഞ്ചൽ ഞാൻ തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഏഞ്ചൽ അശ്വതി ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏഞ്ചൽ. ഫേക്ക് ആണല്ലോ. ഫേക്ക് ആണെന്ന് വെച്ചു. കാണാറുണ്ടല്ലേ അപ്പം? എന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞ കാണാറുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ തന്റെ വീഡിയോസ് കാണാറുണ്ട്. ഓക്കെ. എന്നിട്ട് ലൈക്കും കമന്റ് ഇടാറുണ്ട്. അതെന്താ ലൈക്കും കമന്റ് ഇടാത്ത? ആരെങ്കിലും കണ്ടാലോ? അതിനിപ്പോ എന്റെ വീഡിയോ ലൈക്ക് കമന്റ് ഇടുന്നതിന് ആരെങ്കിലും കാണാൻ? ഏത് പെണ്ണിന്റെ ഇതിലും ചില ആമ്പിളർ പറയും ഈ ഏത് പെണ്ണിന്റെ പ്രൊഫൈൽ എടുത്താലും അതിനകത്ത് ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് കൊടുത്താൽ കാണുമെന്ന് അല്ലേ? എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അല്ല, അത് കമന്റ് ഇടുന്നതിന് അവന് എന്തൊക്കെ കുറ്റം, പക്ഷെ പുറത്ത് പോയിട്ട് എന്റെ മച്ച ഞാൻ ഒരു പെണ്ണിനെ കണ്ടു. ക്യൂട്ട് കുട്ടികളുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്യൂട്ട് അല്ല, അതുകൊണ്ടല്ലേ. ഓക്കെ ഓക്കെ, വിഷമമായി. ഞാൻ പിന്നെ കുഴപ്പമില്ല, ക്യൂട്ട് അല്ലേ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ക്യൂട്ടാണ്. ഞാൻ എന്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. കാണാറുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു ഉറങ്ങുന്നതിന് മുമ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് റീൽസ് ആയിട്ട് കാണാം. സേവ് ലിസ്റ്റ് നോക്കട്ടെ. എനിക്ക് എന്റെ വീഡിയോ സേവ് നോക്കുന്നത് 13,000, അതിൽ ഒരെണ്ണം നീയാണല്ലേ? ഓക്കെ, മുക്ക് കിട്ടിയ പിന്നെ അടുത്തൊക്കെ സ്റ്റാർട്ടിങ് തന്നെ നീ മുക്ക്. അതിന് നല്ല നല്ല താങ്ക്സ് ഉണ്ട്. അപ്പം എന്റെ മച്ച, അപ്പൊ ഇന്ന് വരുന്ന വഴിക്ക് ഏത് പെണ്ണിനെ കണ്ടേ? ഇല്ലടാ, ഇന്ന് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഒന്നും കണ്ടില്ല. ഇപ്പൊ വീഡിയോസ് കാണുന്നില്ല. എന്റെ മച്ച അത് നമ്മുടെ ഒരു തുടക്കമല്ലേ. ഇപ്പം പല ആൾക്കാരും പല കണ്ടന്റ് കയറി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നത് എന്റെ മച്ച അതേ ഐഡന്റിറ്റി ആണ്. പക്ഷെ അതാ തുടക്ക സമയത്ത് എടുത്തു. എപ്പോഴും നമുക്ക് ഇപ്പം ഞാനിപ്പോ തനിക്ക് എന്നെ തിരിച്ചറിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ ക്യാമറയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ എന്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കും, ചിലപ്പം കാണിക്കാനായിട്ട്. പക്ഷെ അപ്പൊ ആ ത്രില്ല് പോകും. പണ്ട് നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ പോയി മിണ്ടുമ്പോൾ പിള്ളേരുടെ കണ്ണിലൊരു പേടിയും ആ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഇത്രയും കാലം എടുത്ത വീഡിയോയിൽ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ ഏതായിരുന്നു? എനിക്ക് എല്ലാം ബെസ്റ്റ് ആയിരുന്നു. എല്ലാം ബെസ്റ്റ്. പക്ഷെ എനിക്ക് ആദ്യത്തെ വീഡിയോ ഉണ്ടായിരുന്നു, അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്റെ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ, ഗേൾസിന് മാത്രം എന്താ വീഡിയോ എടുക്കുന്നത്, ബോയ്സിന് എടുക്കുന്നത്? എന്റെ മച്ച, ഞാൻ എന്നൊരു പയ്യനെ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറയത്തില്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല. എന്റെ മച്ച ഞാൻ എന്നൊരു അടിപൊളി പയ്യനെ കണ്ടു, അവർക്ക് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന പയ്യന്മാരെ ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഭയങ്കര മുടി, അതുപോലെ താടി ഒക്കെ ഉള്ള, ഭയങ്കര ഹെവി ആയിട്ടുള്ള താടിയൊക്കെ ഉള്ള മച്ചന്മാരെ ഞാൻ ചെയ്യാറുണ്ട്. എന്താടാ ഹെവി ആയിട്ട് താടിയടാ? അതല്ല നീല്ലേ പറഞ്ഞ പയ്യന്മാരത്തെ കുണ്ടനെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് താടിയും മുടിയും. ഇത് ചിലര് ആമ്പിള്ളേരെ എനിക്ക് മെസ്സേജ് അയക്കും, നീ എന്താ ഇതേ ചോദ്യം എനിക്ക് മെസ്സേജ് ഇടും. നമ്മളപ്പോൾ ഇടും, നമുക്കത് വിഷയമുള്ള കാര്യമല്ലല്ലോ. അത് പക്ഷെ എന്തെങ്കിലും പ്രത്യേകത വേണം. പെണ്ണാണെങ്കിൽ പെണ്ണും ഇരുന്ന് കാണും, ആണും ഇരുന്ന് കാണും. പക്ഷെ ആണിൻ്റെത് ആമ്പിള്ളേർ അങ്ങനെ കാണത്തില്ല. അതുകൊണ്ടാണ് പെൺപിള്ളേരുടെ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ എന്താ അങ്ങനത്തെ വീഡിയോ എടുക്കാത്ത? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇത് പോയി എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നെ നമ്മളെ കണ്ടാൽ മനസ്സിലാവും, അയ്യോ മച്ച വെറുതെ വരുന്നു. ചിലപ്പോൾ അഭിനയിച്ചേക്കും. എനിക്ക് ആ ഒരു ഫീൽ അങ്ങ് പോയി. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പൊ കണ്ടന്റ് എന്തുവാ മെയിനായിട്ട്? ഇപ്പം വർക്കൗട്ടും കാര്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇനി ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൽ കമന്റ് സെക്ഷൻ ഭയങ്കര ബോഡി ഷെയ്മിങ് ഒക്കെ. അതെന്ത് പറയാനാ, ഓരോരുത്തന്മാർക്ക് ഓരോ ഇതല്ലേ. നമ്മളെ എങ്ങനെ താഴ്ത്തി കെട്ടാൻ നോക്കുമോ അവന്മാരെ താഴ്ത്തി കെട്ടും. പക്ഷെ നീ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, ഇതൊന്നും മനസ്സിൽ വെക്കരുത്. ഈ പറയുന്നവനൊക്കെ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാണുന്നില്ലേ കമന്റ്സ് ഒക്കെ? ഞാൻ എന്റെ കമന്റ്സ് ഞാൻ നോക്കാറില്ല സീരിയസ് ആയിട്ട്. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ചില നേരത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ, ഐ മീൻ ദേഷ്യം പിടിച്ചിരുന്ന സമയത്ത് എന്തേലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് തന്തയ്ക്ക് എന്നെ വിളിക്കും. ഞാൻ അമ്മയ്ക്ക് പറയൂല കേട്ടോ. കാരണം അമ്മമാരെപ്പോഴും ആമ്പിള്ളേർക്കായാലും അമ്മ ഭയങ്കര ഇതല്ലേ. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പം എനിക്ക് വരുന്ന കമന്റ്സിനാണ് ഞാൻ അമ്മയ്ക്ക് വിളിക്കുന്നത്. ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഫേക്ക് അക്കൗണ്ടിൽ നമ്മുടെ ബോഡി ഓർഗാൻസിനെ പറ്റി അത്രയ്ക്കും വൾഗർ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഇത്ര നിന്റെ അമ്മയ്ക്ക് ഉള്ളതാണ്. ഇതെന്നെ എന്റെ അടുത്ത് പറയാറുണ്ട്. എന്നോട് പറയും, എടാ പോയി ബ്രാ മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയും. സീരിയസ് ആയിട്ടും ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇല്ല, ഞാൻ പറയും വീട്ടിൽ നിന്റെ അമ്മയ്ക്കോ പെങ്ങക്കോ എല്ലാം ഉണ്ടെങ്കിൽ ആ കറക്റ്റ് സൈസാണ് നീ കൊണ്ടുപോവാ, ഞാൻ ഇടാന്ന് പറയും.
എന്റെ ചേട്ടാ ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഞാനിപ്പം ഒരാളുടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരെയും അമ്മമാരാക്കി. പക്ഷെ നീ ഇതിനെ അമ്മയ്ക്ക് വിളിക്കുന്നത്, ഞാൻ പറ്റേ അവരെ അമ്മയ്ക്കും പെങ്ങളും റെസ്പെക്ട് ചെയ്യുന്ന ഒരിക്കലും ഒരു പെണ്ണെ ചോദിക്കില്ല. നീ ചോദിക്കും പുറത്തേക്ക് പോയിട്ട് നിന്റെ സൈസ് അങ്ങനെ ചോദിക്കും. ഞാൻ ഇതിനായിട്ട് ഒരിക്കലും ഒരാൾക്ക് പോലും ആണിനായാലും പെണ്ണിനായാലും ഞാനൊരു ബാഡ് കമന്റ് ഇട്ടിട്ടില്ല, ഒരിക്കലും ഇട്ടിട്ടില്ല. ഞാൻ ചോദിക്കത്തില്ല. അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ മാത്രം അവരങ്ങനെ ചോദിക്കത്തില്ല. അത്രേ എന്റെ അടുത്ത് അങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തിൽ ചോദിക്കാൻ മാത്രം നിന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നതിന് പറ. അതിപ്പോ അമ്മയ്ക്ക് വിളിക്കാൻ ഞാൻ അങ്ങനെ നല്ലത് പറയുന്നത് നല്ലത് അത് ഇല്ലാത്ത ഐ മീൻ ചിലപ്പോ ഈ രാവിലെ എണ്ണിക്കുമ്പോ ഇവന്മാര് എടീ മോളേന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും ചായ ചോദിക്കുന്നത്. അത് അങ്ങനത്തെ അവരുടെ സംസ്കാരമാണ്, മനസ്സിലായില്ലേ? അമ്മമാരെ റെസ്പെക്ട് ചെയ്യുന്നു, അച്ഛന്മാരെ റെസ്പെക്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ എന്തുവാ കമന്റ്സ് ഒക്കെ വരും ബോഡി ഷേമിങ്ങിന്റെ വരുമ്പോഴത്തേക്കും എന്തുവാ അതിനെ പറ്റി അവരോട് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല. അവന്മാർ അവിടെ കിടന്ന് ചിലക്കും. നമ്മൾ ആ കമന്റ് കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടി എന്റെ അതിനകത്ത് കയറും, ആ വ്യൂസ് കയറും. നമ്മൾ സക്സസ് ആവുന്നേ ഉള്ളൂ. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ ഇവിടെ കരുനാപ്പള്ളിയിൽ ഒരു ഇന്ത്യയുടെ വന്നു, അതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. എനിക്ക് നല്ല നല്ല അവസരം. ബാക്കിയൊക്കെ ഇവിടെ ഈ പറയുന്നവരൊക്കെ ഇവിടെ അപ്പുറത്ത് നിൽക്കത്തേ ഉള്ളൂ, കൂട്ടത്തിൽ നിൽക്കത്തേ ഉള്ളൂ. ഈ പറയുന്നവരെന്നും ആ കൂട്ടത്തിൽ നിൽക്കത്തേ ഉള്ളൂ. കളിയായിക്കൊണ്ടിരിക്കാനേ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ഓരോ സ്റ്റെപ്പും കയറി പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ആൾക്ക് ഫാൻസ് ഒക്കെ വരുമല്ലോ ഫോട്ടോ എടുക്കാനൊക്കെ, അപ്പൊ എന്തോ ഫീൽ ചെയ്യും? ഭയങ്കര സന്തോഷമാണ്. കാരണം പിന്നെ നിനക്ക് ഇപ്പം നിന്റെ അടുത്ത് വന്ന ഒരു പയ്യൻ വന്ന് ഫോട്ടോ എടുക്കുക, ചേച്ചിയുടെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞിട്ട്, ഞാൻ ബിഗ് ഫാനാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴോ ആ ഫീൽ എങ്ങനെയായിരിക്കും? അത്രേ ഉള്ളൂ. നല്ല സന്തോഷം. കാരണം നമ്മളെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ, അറിയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഗേൾസ് ഒക്കെ വരുമോ ഫോട്ടോ ഒക്കെ എടുക്കും? ഇഷ്ടംപോലെ വരുന്ന ഗേൾസാ. ക്രഷ് ഒക്കെ തോന്നും? ഇല്ല. നമ്പർ വാങ്ങും? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ നമ്പർ ഒന്നും ഞാൻ വാങ്ങത്തില്ല. ഇത് മെൻഷൻ DM ചെയ്യണം, എന്നിട്ട് എനിക്ക് അക്കൗണ്ട് കിട്ടത്തുള്ളൂ. ഭയങ്കര ഞാൻ നല്ലവനായ ഉണ്ണിയാണ് ഇവൻ. അല്ല, നമുക്ക് ഒരാളോട് മാത്രമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് വരുന്ന എല്ലാ മെസ്സേജിനും അല്ലല്ല അങ്ങനല്ല. ഞാനിപ്പം നിന്നെ കാണിച്ചു തരാം. ലൈക്ക് ഇപ്പം പെണ്ണിന്റെ ഐഡിയ അല്ല, എൻ്റെ അതിനകത്ത് എൻ്റെ പ്രൊഫൈലില് ഇപ്പം ഇത്രയും മെസ്സേജ് റിക്വസ്റ്റ് ചെക്ക് ചെയ്യുക, എനിക്കത് ഇതിപ്പം വന്നതാ. ബാക്കി നോക്കുക, അതും ഇപ്പം വന്നതാ. മനസ്സിലായില്ലേ? ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ആണെന്നില്ല പെണ്ണെന്നില്ല, എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം പണ്ട് ഞാനിരുന്നിട്ട് ഈ മെസ്സേജ് അയക്കും, എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. അളിയന്മാർ മൈൻഡ് ചെയ്യാത്ത മൈൻഡ് എന്ത് ചാടയാണ് ആ ഒരു മൈൻഡ് ഞാൻ വിചാരിക്കും. അല്ല, നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണക്കാരനല്ലേ, നമ്മളെ ഇഷ്ടപ്പെട്ട് അവർ മെസ്സേജ് ചെയ്യുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. ചിലവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എനിക്കൊക്കെ ചാറ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യം. പിന്നെ എന്റെ കോഴി അടിക്കാനൊക്കെ വരും ചിലർ. അതൊക്കെ വിടുക. ഗേൾസിന് ബോയ്സ് റിപ്ലൈ കൊടുക്കട്ടെ, ഗേൾസിന്റെ കാര്യം ചിലവർക്കൊക്കെ ബാഡ് വരുന്നോണ്ടായിരിക്കും. ഗേൾസിന് വരാറുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഓരോ മെസ്സേജ് രാത്രി മെസ്സേജ് അയക്കുന്നതൊക്കെ. നീ അതിലുണ്ടോ മെസ്സേജ്? ഞാൻ അയക്കാറില്ല. അക്കൗണ്ട് ഇപ്പൊ നോക്കുമ്പോ കുറെ ഫേക്ക് അക്കൗണ്ട്. എനിക്കോ? എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഒന്നും ആർക്കും അങ്ങനെ മെസ്സേജ് ഒന്നും ഇല്ല. നമ്പർ ചോദിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങോട്ട് പോയിട്ടോ? ഇൻസ്റ്റയിൽ അറിഞ്ഞൂടാത്ത റാൻഡം ആൾക്കാരുടെ അടുത്ത് പോയി. ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂർ വെച്ച് ഒരു കുട്ടിയെ കണ്ടു. എന്റെ മച്ച ബാംഗ്ലൂർ ഷോയ്ക്ക് പോയതാ, ഗസ്റ്റ് ആയിട്ട് പോയതാ. കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ക്രഷ് അടിച്ച് ആളെ അടുത്ത് നിർത്തി കൈക്ക് പിടിച്ച് പോലെ എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ട് പോകില്ല, എനിക്ക് സംസാരിക്കാൻ. ഇല്ല, ആള് നല്ല കമ്പനി. ക്രഷ് എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് മൈൻഡ്, ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു കുട്ടി. അപ്പൊ നല്ല കമ്പനി, ഐ മീൻ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നുണ്ട്. കൈ പിടിച്ചപ്പോ ആ കുട്ടി എങ്ങനെ റിയാക്ഷൻ ചെയ്തത്? കൈ പിടിച്ചിട്ട് എന്താ പറയാ, ഒന്നുമില്ല, എവിടെ പോകില്ലെന്ന് പറയാം. ഇപ്പൊ നിന്റെ കൈക്ക് ഞാൻ പിടിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വേറെ എവിടെയെങ്കിലും പിടിച്ചാലേ പ്രശ്നമുള്ളൂ. എടോ അങ്ങനല്ല, ഡയറക്റ്റ് പിടിക്കല്ല, ഞങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ പറയണ്ടേ. അങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിക്കല്ല. ഞാൻ അങ്ങനെ തോട്ട് ചെയ്തത്. നിന്റെ ചിന്തയാണ് പ്രശ്നം, ഈ ചിന്ത മാറ്റി പിടിക്കണം, അതാണ്. എന്റെ ചിന്തക്ക് ഒരു കുഴപ്പമില്ല, നീ പറയുന്നില്ലാണ്. നീ എന്തുവാ പറയുന്നത്? ഞാൻ പോയി കൈ പിടിച്ചു, അങ്ങനെയാണ്. കൈക്ക് പിടിച്ചോണ്ട് ഞങ്ങൾ സംസാരിച്ചു, അങ്ങനെ ഞാൻ പറഞ്ഞു. ഒന്നുമല്ല, ചെക്ക് ചെയ്താൽ മതി. പറ ഇതൊക്കെ കൊച്ചിന്റെ വീട്ടിലറിയാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇടുമല്ലോ ഇങ്ങനെ എന്റെ മച്ചാൻ ഞാൻ പെണ്ണെ കണ്ടു, അപ്പൊ അവരാരും ഡിലീറ്റ് ആക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ എടുത്ത് ചെല്ലുമ്പോഴത്തേ നമ്മൾ മച്ചാട്ടായിട്ടല്ലെന്ന് പറയും. കുറച്ച് കഴിയുമ്പോ ഇവന്മാരുടെ ബോയ് ഫ്രണ്ട്സ് മനസ്സിലായില്ലേ, അവന്മാർക്ക് സോക്കേട് വരും. ഈ കരിപ്പന്മാരുണ്ടല്ലോ, അതന്നെ ഞാൻ പറഞ്ഞു. അതിന് വേറൊന്നും ഇല്ലല്ലോ, എന്റെ മച്ചാൻ ഞാനൊരു പെണ്ണെ കണ്ടു. അളിയന്മാർക്ക് കുരു പൊട്ടും. ഒരു ദിവസം ഒരുത്തൻ എന്നെ വിളിച്ചു. അതെനിക്ക് തോന്നുന്നു പുറയിലെങ്ങാണ്ട് നിൽക്കുന്നുള്ളൂ. നമ്മുടെ നിന്റെ നാട്ടുകാരെ DK ക്ലാസിക്കൂനില്ലേ, DK, അവളും ഞാനും കൂടി ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവിടെ ഒരു കസിന് ഇങ്ങനെ നിന്നപ്പം ഈ കൊച്ച് വീഡിയോയ്ക്ക് നിന്നു. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വീട്ടിൽ സീനാന്ന് പറഞ്ഞു. ഒരുത്തൻ എന്നെ വിളിച്ചു ആങ്ങളയാന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ കാമുകനാണ്.
അവളുടെ ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. എനിക്കാണെങ്കിൽ ചൊറിഞ്ഞു കയറി സ്വന്തം പെണ്ണിനെ പെങ്ങളാക്കിയേക്കുന്നവൻ. എന്ത് ചെറ്റയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു ധൈര്യം ഇല്ലാത്തവനൊക്കെ ഇവനൊക്കെ. എന്നിട്ട് പറഞ്ഞു വീട്ടിൽ ബ്രദർ എന്ന് പറയുമ്പോൾ ഫ്രണ്ടാന്ന് പറയത്തില്ല എന്ന് വിചാരിച്ചായിരിക്കും മേ ബി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എന്നാലും സ്വന്തം പെണ്ണിനെ ആരെങ്കിലും പെങ്ങളാക്കുമോ? ചിലവർക്ക് എന്താ സീൻ എന്ന് വെച്ചാൽ ചില ഗേൾസിന്റെ വീട്ടില് മേ ബി പ്രശ്നം വരും. അല്ല ഇത് അവരുടെ വീട്ടിലൊക്കെ അറിയാം. അല്ല ചിലവർക്ക് ഞാൻ പറഞ്ഞു ചിലവരുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. വീട്ടിൽ കണ്ട സീനാവുമോ അവിടെ പോയി നിൽക്കുന്നു ഇവിടെ പോയി നിൽക്കുന്നു. അപ്പം പിന്നെ നിൽക്കരുത്. എന്തിനാണ് നിൽക്കുന്നത്? അല്ലേ, എന്തിനാ അത്രയും നേരം നമ്മുടെ ടൈം കളയുന്നത്? എന്തിനാണ് നിൽക്കരുത്? അവരിങ്ങനെ പറയത്തില്ലേ പോസ്റ്റ് ചെയ്തത് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഓക്കെ നിന്നെ കുറ്റം പറയാൻ. നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് വീഡിയോ വൈറലായി കഴിയുമ്പോഴാണ് ഇതുങ്ങളുടെ ഈ സോക്കറ്റ് വൈറലാകുമ്പോൾ ഷെയർ ആവും ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നത്. ഓക്കെ ഓക്കെ ഒന്നാമത് DK കൂടി ആയിരുന്നു അതിനകത്ത്. DK ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഫ്രണ്ടാണോ DK ഫ്രണ്ടാണ്. എങ്ങനെയുണ്ട് പുള്ളിക്കാരി? കുഴപ്പമൊന്നുമില്ല, വലിയ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇടയ്ക്ക് വിളിക്കും, മിണ്ടും, അത്രേ ഉള്ളൂ. ഇടാ സുഖമാണോ? ഞാൻ പറഞ്ഞായിരുന്നു ഇന്റർവ്യൂ വന്നപ്പോ വേറൊരാളെയും കൂടെ കൊണ്ടുവരാൻ. നീതുവിനെ എന്താ കൊണ്ടുവരാത്തെ? നീതു അങ്ങനെ ഇന്റർവ്യൂ എടുക്കുക. കാരണം എന്ന് വെച്ചാല് നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ജസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴൊക്കെ. പറയാമല്ലോ, എല്ലാവർക്കും പറയാം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അവൾ എന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ജസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പം കണക്ഷൻ ഇല്ല? അയ്യോ മിണ്ടും. പുള്ളിക്കാരി ഇന്റർവ്യൂ തരത്തില്ല എന്ന് പറഞ്ഞു. ആളുടെ പ്രശ്നം എന്ന് വെച്ചാല് എന്നെ ആളിനെയും കൂടി ഇപ്പം ഞാനും ആളും മിണ്ടുന്ന കണ്ടിട്ട് ഞാനിപ്പം ബോഡി ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അവളെ വിളയ്ക്കാനാണ്, അവൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് ആണോ? ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് വരെ പറയുന്നവരുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. എന്തൊക്കെ പറയുന്നു? ഞാനൊക്കെ ഒരു റീലിടുമ്പോ നിനക്ക് ഊരുകളിൽ വെച്ചാ പോണേ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ ഒന്ന് മൈൻഡ് ചെയ്തത് അതൊക്കെ പലതും. അല്ല ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല, പക്ഷെ അതൊരു പെണ്ണല്ലേ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ പ്രോബ്ലംസ്, അവിടെ കസിൻസ് ആയാലും ഇഷ്യൂസ് വരുമല്ലോ. അവളിപ്പോൾ ഒരുത്തനെ വിട്ടിട്ട് ഇപ്പൊ അടുത്തവന്റെ പുറകെ പോകുന്നത്, അതായത് കൂതറ പെമ്പിളാരല്ലേ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇപ്പം റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ? ഇല്ല. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, റീലൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്കപ്പ് ആയി. വിഷമമില്ല. എന്താ കാരണം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, എന്നാലും ബ്രേക്കപ്പ് ആയി. എന്താ കാരണം എന്ന് അറിയത്തില്ല. ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്? അല്ല, അത് കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്താ റീസൺ പറഞ്ഞില്ല ബ്രേക്കപ്പ് ആയെന്ന്? റീസൺ എന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ആള് നാട്ടിൽ പറഞ്ഞു നടന്നതെല്ലാം ഞാൻ ശ്രീധരൻ ചോദിച്ചു അങ്ങനെയൊക്കെയാണ്, പക്ഷെ എൻ്റെ അടുത്താണ് ചോദിച്ചത്. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ അങ്ങോട്ട് കൊടുക്കണമെന്നല്ല, എനിക്ക് ഇത്ര പവനേ തരുത്തേയുള്ളൂ, നീ അല്ലെങ്കിൽ മറ്റൊരാളെ കിട്ടുവാണെങ്കിൽ 101 പവനും കാറും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, നീ കാരണം എനിക്ക് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങ് പോയി. കരഞ്ഞില്ല? കരഞ്ഞോന്നോ? ആര്? ഞാനോ? സിഗ്മയാണോ? ഇല്ല, കരഞ്ഞു. നീ കരഞ്ഞു. സിഗ്മ എന്നൊക്കെ പറയരുത്, നീ കൊല്ലും ഞാൻ. ഇല്ല, ഇപ്പൊ സിഗ്മ കളിച്ച് കിടക്കുന്നവരെല്ലാം ഇതായിക്കൊണ്ടിരിക്കുന്നത്. പറയൂല. ഓക്കെ ഓക്കെ. വിഷമില്ല അപ്പം പോയപ്പോ? നല്ല വിഷമമുണ്ട്, ഇപ്പോഴും വിഷമമുണ്ട്. ഇപ്പോഴും വിഷമമുണ്ട്. പിന്നെ എത്ര വർഷമായി? ഞങ്ങളൊരു 8 വർഷം റിലേഷൻ ഉണ്ടായിരുന്നു. 8 വർഷം. ഇപ്പൊ അവള് പോയിട്ട് 5 വർഷം. 2017 ബ്രേക്ക് ആയി. നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സാകുന്നു. എത്ര വർഷം മുമ്പ്? 30 വയസ്സോ 40 വയസ്സല്ലേ? അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 21 ആയതേ ഉള്ളൂ. എന്നെ കണ്ടാ പറയൂല കേട്ടാ. എന്നെ കണ്ടാ പറയും, പോടാ അവിടുന്ന്. എന്തോ എന്നെ ഞാൻ കൊച്ചുകുട്ടി, എനിക്ക് 21 കഴിഞ്ഞ മാസം ആയതേ ഉള്ളൂ. കുട്ടി മാത്രമേ ഉള്ളൂ കുഞ്ഞ്. പറയും എടാ, കഴിഞ്ഞ മാസം 21 ആയതേ ഉള്ളൂ. പോട്ടെ, സാരമില്ല, പ്രായപൂർത്തിയായല്ലോ. പ്രായപൂർത്തിയൊക്കെ ആയി. ഇന്നെ പോലെ അമ്മാവനല്ലേ ഞാന്. ഓക്കെ. അപ്പൊ എന്തുവാ പുള്ളിക്കാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ഇപ്പൊ? ഒരു ഇത്രയും സാധാരണ ഞാൻ വിചാരിക്കും ഈ കല്യാണം കഴിഞ്ഞിട്ടേ പഴയ ബോയ് ഫ്രണ്ട്സിന്റെ അടുത്ത് മിണ്ടുന്ന ഇപ്പോഴും പെമ്പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ അവള് ഡീസന്റ് കേട്ടോ. എനിക്ക് എന്നെ തിരിഞ്ഞ് നോക്കത്തില്ല. അവള് ഡീസന്റ് അങ്ങ് എടുത്തൊക്കെ പറയാം. അവളെന്നെ തിരിഞ്ഞു. അവള് നല്ല കുട്ടിയായിരുന്നു. ഞാൻ എപ്പോഴും അവളെ സ്നേഹിക്കുന്ന അവള് എന്തൊരു ക്വാളിറ്റി കാണത്തില്ലേ, നല്ല വെച്ചായിരുന്നു അവള്. അപ്പൊ നീ നോക്കുന്ന വേണ്ട അത്രയും ക്വാളിറ്റി. അവള് നല്ല ക്വാളിറ്റി ആയിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഒരാൾ ഇത്രയും വർഷമായിട്ട് ആളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് വിഷമമൊന്നുമില്ലായിരുന്നു അപ്പോ? കാണും. ഈ അവരുടെ അച്ഛൻ്റെ ഒക്കെ പ്രശ്നം, അവരുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞങ്ങളുടെ റിലേഷൻ. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോന്നും പറഞ്ഞ് തിരുത്തി അങ്ങനെ കരഞ്ഞോന്നോ സൂചിച്ചലക്ഷം ചെയ്തിട്ട് വിഷം അടിച്ച് 2 ദിവസം ഐസിയിൽ കിടന്ന് വെന്റിലേറ്ററിനകത്ത് കിടന്ന്. കാണുമ്പോലൊന്നും അല്ല എന്റെ മച്ച എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോൾ നമ്മൾ കഴിക്കാൻ കോഴിയെന്ന് അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ പാസ്റ്റ്
അത്രയും ഇത് കണ്ടേക്ക് അയാൾ ആർക്കും പാസ്റ്റ് അറിയത്തില്ല. എല്ലാരും ഇങ്ങനെ പറയും നമ്മൾ പ്രസന്റിൽ കാണുന്ന അല്ല ആൾക്കാർ, പല ആൾക്കാരും പല വിഷമങ്ങളും കാര്യങ്ങളും സിൻസിയർ റിലേഷൻ ഉണ്ടായിരുന്നു, പോയി. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ വീഡിയോ കിട്ടുന്നത്. ആ ഒരു ഇതൊക്കെ ഉള്ളു. കാണുന്ന വഴിയൊന്നും അല്ല, ഇങ്ങനെ ചുമ്മാ ആൾക്കാരെ പോയി വീഡിയോ. അതെ, നമ്മൾ തമ്മിൽ ചാറ്റ് ചെയ്തിട്ടില്ലേ? എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ? ആ ഉണ്ടോ? ഫോൺ എവിടെ? കാലം തടിയൊക്കെ അയച്ചത്. ആ എന്തോ ഞാൻ നോക്കി സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിലിടാം. ഞാൻ ഒന്നും ചാറ്റ് ചെയ്തില്ല ഏഞ്ചലിന്, ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ പാവം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാവർക്കും ചാറ്റ് ചെയ്യുന്നു. ഇത്രയും എന്നോട് ഡീസന്റ് ആയിട്ടാണ്, എന്നോട് ഡീസന്റ് ആയിട്ട് ചാറ്റ് ചെയ്യുന്ന പോലെയാണ്. എന്റെ അടുത്ത് ഭയങ്കര പക്ക ഡീസന്റ് ആയിട്ടോ ചാറ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലായിടത്തും അങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട്. ആ സ്ക്രീൻഷോട്ടോടെ സൈഡിൽ കാണിക്കാം. പിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഓക്കെ, അപ്പോ എന്തുവാ നമ്മൾ കാണും പോലെ ഒന്നും അല്ല. ആൾക്കാർ ഇപ്പൊ പറയും കമന്റ്സ് ഒക്കെ വരും, എന്തൊരു കോഴിയാണ്. ആൾക്ക് പാസ്റ്റ് 8 വർഷമൊക്കെ അത് ആയിരുന്നു. ഞാൻ അതിനപ്പുറം സ്നേഹിച്ച ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പെമ്പിള്ളേർ ഭയങ്കരമായിട്ട് പെൺപിള്ളേരെ പറ്റിക്കും. ഇല്ല, ഞാൻ മെയിനായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, പെൺപിള്ളേരെ വിശ്വസിക്കരുത്. എന്റെ പൊന്ന്, ഞാൻ പെണ്ണാണ്ട് ഞാൻ പറയില്ല, ഞാൻ ശരിക്കും പറയാം, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഇത് കിട്ടും. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂലേ ഞാൻ ഈ ഡയലോഗ് അടിച്ചായിരുന്നു. കിട്ടിട്ട് ഞാൻ മെയിൻലി ഓപ്പൺലി, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞ ആളിയാ. അല്ല, പെണ്ണിനെ വിശ്വസിക്കരുതെന്ന് എന്റെ അടുത്ത് പെമ്പിള്ളേർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നീയും പറഞ്ഞു. ഞാൻ ബോയ്സിനോട് നടക്കുമ്പോൾ എനിക്ക് പല ബാഡ് കമന്റ്സ്. ഞാൻ എന്തുകൊണ്ട് ബോയ്സിനോട് നടക്കുന്നത്? അവർ ചീറ്റ് ചെയ്യത്തില്ല, ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. കാരണം പക്ക കെയറിങ്ങും കാര്യങ്ങളും എല്ലാം അവന്മാര് തരും. ഇഷ്ടമില്ലെങ്കിൽ അവർ നമ്മളെ കൂടെ നടത്തില്ല. പെമ്പിളെന്തോ ഇതിനകത്ത് ഇങ്ങനെ അഭിനയിക്കും, എനിക്ക് ഇഷ്ടമാ, ഇങ്ങനെ അങ്ങനെ പാവോ, ലവ് യു, അങ്ങനെയല്ല അതല്ല എനിക്ക് അങ്ങനല്ല. ഞാൻ പറഞ്ഞു, എടി നീ പാവോ, ഞാൻ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാ. തിരിഞ്ഞു നിന്ന് നമ്മൾ കുറ്റം പറയും. നമ്മൾ എന്തൊക്കെ അവർക്ക് ചെയ്യും. ഞാൻ കരഞ്ഞിട്ടുണ്ട്. രണ്ട് മലകൾ തമ്മിൽ ചേരും, എന്നാൽ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേരൂല. രണ്ട് മലകൾ തമ്മിൽ ചേരും. ഞാൻ എന്താ ഇപ്പൊ പറയേണ്ട കാര്യം? അതും ഇതോടെ എന്ത് ലോജിക്ക്? രണ്ട് മല ചേരുമല്ലോ, പക്ഷെ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേരൂല. മല എങ്ങനെ ചേരുന്നത്? അതിനിടയ്ക്ക് വഴിയാണ്, അതിനിടയ്ക്ക് ഒരു വഴിയുണ്ട്. അല്ല, അതിനിടയ്ക്ക് ഒരു വഴിയുണ്ട്, അതിന്റെ സെന്റർ ഒരു സാധനമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എനിക്ക് മനസ്സിലാക്കി വരും, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. അത് എന്തുവാ, വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് 99% പെൺപിള്ളേരും കൂടെ നിന്നിട്ട് ചതിക്കുന്നതാണ്. എനിക്കൊക്കെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒരു വാല്യൂ ഇല്ലാത്തതാണ്. കൂടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് കാര്യം കാണാൻ വേണ്ടി സത്യം അവൾമാരങ്ങനെ അറ്റം വരെ എന്റെ അടുത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിന്ന് ഏറ്റവും അവസാനം സത്യം അടിച്ചണ്ണാക്കി തന്നിട്ടുണ്ട്. ഞാൻ കരയും. ഇനി എത്ര ഇടയിൽ ഞാൻ പഠിക്കത്തില്ല. ഏതൊരു പെണ്ണിങ്ങനെ എന്നെ എന്തുവാ ചീറ്റ് ചെയ്താലും ഞാൻ പിന്നെ അടുത്ത പെണ്ണടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആക്കുമ്പോൾ അവരും തരും. ഞാനാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ കൊണ്ടു കിടക്കും. ഞാൻ എല്ലാ പയ്യന്മാർത്തും പറയും, പെൺപിള്ളേരെയും വിശ്വസിക്കരുത്. ഇപ്പൊ ഞാനും എങ്ങനെ നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ എക്സൊക്കെ ഇത് കാണാൻ പറയോ, എവിടെ എന്നെ പണ്ട് തേച്ചയില്ലായിരുന്നു. അങ്ങനെ തേപ്പിന്റെ കാര്യം, ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിൽ നമ്പാൻ പാടില്ല അതിനെയൊന്നും. റിലേഷനിലായാലും എല്ലാരും കണക്കാണ്. ഈ സമയത്ത് ബോയ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കൂടെ അവർ നടക്കാൻ കുറ്റം വേണ്ടി അവർ മാറി നിൽക്കും. അവരങ്ങനെ കുറ്റം വേണ്ടി കൂടെ നടക്കും നമ്മളെ. എന്നിട്ട് പിന്നെയും തിരിഞ്ഞു കുറ്റം പറയും. ഈ പ്രധാനം എന്ന് വെച്ചാൽ ഈ 90 കിഡ്സിന് ഈ പ്രേമവും കുന്നതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പഴയ തമിഴ് സിനിമയും അങ്ങനത്തെ ആ ഒരു കാലഘട്ടം ഞങ്ങൾ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 20 കിഡ്സ് ഒക്കെ വരുന്നതൊക്കെ എന്താണ്, ഫസ്റ്റ് അവർ ആദ്യം കറങ്ങും പിന്നെ കെട്ടും. ഞങ്ങളൊക്കെ പണ്ട് ആദ്യം സ്നേഹിക്കും, പിന്നെ കറങ്ങാൻ നോക്കും, പിന്നെ കെട്ടും. അങ്ങനെയാണ്. മനസ്സിലായല്ലേ? തെറ്റിട്ടുണ്ടല്ലേ? ഞാൻ എന്തോ പറഞ്ഞ തെറ്റി, മനസ്സിലായ പോലെ പക്ഷെ മനസ്സിലാക്കണം കേട്ടോ. 90 കിഡ്സ് പൊളിയാണ്. നീ ഏത് ബ്രാൻഡ് അടിച്ചിട്ട് പോന്നേ? ഞാൻ കുടിക്കൂല. കണ്ട ഒരു പിഴച്ച ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. കുടിക്കത്തില്ല, വലിക്കില്ല, ഒന്നുമില്ല. നിന്റെ കൂടെ ഇന്നലെ അടിച്ചവന്മാർ പറയട്ടെ. പക്ഷെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. 1 ടൈം ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് എന്താ, ഞാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ വിജയ്. 1 ടൈം കുടിച്ചിട്ടുണ്ട്. ലൈക്ക് ബാംഗ്ലൂർ പോയ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ഇരുന്ന് എനിക്കത് എല്ലാത്തിൻ്റെയും എന്താണെന്ന് അറിയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സോ അതറിഞ്ഞു, അതെനിക്ക് വേണ്ടാന്ന് തോന്നി, അവിടെ നിർത്തി. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ഫ്രണ്ട്സ് കാര്യം കുടിക്കുമ്പോഴത്തേക്കും പറയോ കുടിക്കരുത്? ഇല്ല, ഞാൻ അങ്ങനെ അത് ഓരോരുത്തർ ഇഷ്ടമല്ല. ഞാൻ ടച്ച് നിന്ന ആള്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാ എസ് പറയോ? നല്ലതാണെങ്കിൽ നോക്കൂ. നല്ലതാണെങ്കിൽ നോക്കും. അപ്പൊ എന്നെ പോലത്തെ ഒരു സുന്ദരിയായ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ, അല്ല എന്നെ പോലത്തെ, സുന്ദരിക്ക് വരട്ടെ. സൗന്ദര്യത്തെ അല്ല കാര്യം, മനസ്സിലായില്ലേ?
നീ പക്ഷെ വീഡിയോയിൽ അങ്ങനെയല്ലേ പറയുന്നത്. എന്റെ മച്ച ഞാൻ സുന്ദരി കുട്ടീനെ കണ്ടു അങ്ങനെ നീ ക്യൂട്ട് കുട്ടിയെ കണ്ടു. ആ ക്യൂട്ട്നെസ് എന്ന് വെച്ചാൽ ആളുടെ രൂപത്തിൽ മാത്രമല്ല ക്യാരക്ടറിലും പറഞ്ഞു. എങ്കിലും അതിനെ നമുക്ക് കല്യാണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ക്യാരക്ടറാ കണ്ട ആദ്യം കൂടെ കൊണ്ടു നടക്കാൻ ക്യൂട്ട് കുട്ടി ഓക്കെ. താങ്കൾ എന്താ നോക്കുന്നത്? നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണ്. സ്വഭാവമൊക്കെ നോക്കും. ഞാൻ ക്യാരക്ടർ നോക്കും. വേറെ കൊള്ളില്ലെന്നാണോ നീ പറഞ്ഞത്? നമ്മൾ അത്ര ഇടപെട്ടിട്ടുണ്ടോ? ആ ഇടപെടല നമ്മൾ അങ്ങനെ കമ്പനി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണിത് അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ലതും നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ സംസാരിക്കുന്നത് ചാറ്റ് പോലും ഇല്ല. മുമ്പ് ചാറ്റ് വലിച്ചു തരുന്നുണ്ട്. ചാറ്റൊക്കെ ഉണ്ട്. ചാറ്റുണ്ട്. ചുമ്മാ ആൾക്കാർ കമന്റ് എന്താണ് ചാറ്റ് എന്താണ് ചാറ്റ് നിന്നെ പ്രപ്പോസ് ചെയ്യുമോന്നോ? അല്ല ഞാൻ ചോദിക്കുന്നത് എന്നെ പോലത്തെ ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ മീൻസ് സ്വഭാവവും ക്യാരക്ടർ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിപ്പോ ഒരാളെ കണ്ട് ഇപ്പം ഒരു 10 വർഷം ഒരു പെണ്ണ് നമ്മുടെ കൂടെ കിടന്നെന്ന് പറഞ്ഞാലും ഐ മീൻ ജീവിച്ചെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഉറപ്പായ കാര്യമാണ്. എന്നിട്ട് കഥ കരഞ്ഞോണ്ട് ചിരിക്കും, ചിരിച്ചോണ്ട് കരയും. അതാണ് അങ്ങനെയുണ്ട്. പെട്ടെന്ന് കരയുന്ന പെണ്ണിനെ വിശ്വസിക്കരുത്. അങ്ങനെ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ബോൾഡായിട്ട് നിൽക്കുന്ന പെൺപിള്ളേരുണ്ടല്ലോ, അവന്മാർ പക്ക മൈൻഡായിരിക്കും. എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റും. ഈ കരച്ചിലിനകത്ത് വീഴുന്ന ആണുങ്ങൾ ഞാൻ അതിനകത്താണ് വീണിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കരയുന്ന റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്കും തോന്നും ചില പെൺപിള്ളേർ കരയുന്ന റീൽസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും. റീൽസിലല്ല, ഒറിജിനൽ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് പോലിടതൊക്കെ പറഞ്ഞ് മുട്ടൻ കാര്യത്തിലൊക്കെ വരും. സെന്റി സാധനം ഞാൻ വീഴൂല. എന്ന് വെച്ചാൽ പൂച്ച ചൂടുവെള്ളം ആ സാധനം ഉള്ളതുകൊണ്ടേ. പക്ഷെ താങ്കൾ മാറിയിരുന്ന് കരയും. എന്നെ അവള് പോയത് നമ്മൾ ആത്മാർത്ഥത സ്നേഹിച്ചല്ലേ. ഇത്ര വർഷം നമുക്ക് ഒരാൾ നമ്മുടെ ലൈഫിലുണ്ട്, മനസ്സിലായില്ലേ? അതെനിക്ക് തോന്നുന്നു എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ കുറേ നാൾ ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം ഒരുമിച്ച് കണ്ട്, ഇപ്പം എന്താ കല്യാണം, കുഞ്ഞുങ്ങൾ, ആ ഒരു ലൈഫ് നമ്മൾ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിട്ട് ഒരു സെക്കൻഡിൽ അത് ഇല്ലാന്ന് ആകുമ്പോൾ എന്താ ചെയ്യുക? കുട്ടികളില്ലെന്നല്ലേ, അല്ല ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റൂല ആ ഒരു നിമിഷം. എൻ്റെ അവസ്ഥ അതായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി, അവളും ഞാനും ആ ഒരു ലൈഫ്. എനിക്ക് പറ്റിപ്പോയതാ. ഓരോ പെണ്ണിനെ അത്ര ഇതായിട്ട് റിലേഷനിലോട്ട് പോവാത്ത 8 വർഷം പോയത് റിലേഷൻ അതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു, ഇങ്ങോട്ട് വന്നതാ. അതും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അത് നമ്മളെ കാര്യം കാണാൻ വേണ്ടി വന്നതാണ്. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്നാണ്. കഴുത പിടിച്ചു, കുഴപ്പമില്ല. ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ ഇതുപോലെ കുറെ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഇങ്ങനെ കാര്യം കാണാനോ അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിട്ട് പൈസ കിട്ടും അങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഇപ്പം പറയാം, എനിക്ക് എൻ്റെ ലൈഫിൽ രണ്ടാമതൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആള് ഫെയിമിന് വേണ്ടി മാത്രമാണ് വന്നത്. ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് കൂട്ടുക, ഇങ്ങോട്ട് വരിക, ആക്കി ഞാൻ ഭയങ്കര അവസരം കൊടുക്കുക. ഏറ്റവും അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ വന്നു. വീട്ടിൽ നിന്ന് അവസ്ഥ വന്നപ്പം നമ്മുടെ ഈ ഊറ്റിയെടുക്കത്തില്ലേ, ഞാനപ്പോൾ ഒരു ചെറിയ റൂമിലാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുടെ റൂമാണ്. അവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ്. അവിടെ നിന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ സ്റ്റോറി നോക്കുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള റോഡാണല്ലോ എന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്നാൾ. ഞാനപ്പോൾ ആളെ കോൾ ചെയ്ത് ചോദിച്ചു, നീ ഇവിടെ വന്നോന്ന് ചോദിച്ചു. വന്നെന്ന് പറഞ്ഞു. നീ എന്താ എന്നെ കാണാൻ വരാനെന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യം എന്തുവാന്ന്. അവിടെ നിർത്തിയ ബന്ധമാണ്. ഇപ്പം പല വിവാദങ്ങളും വന്നു. ഇപ്പം ഇങ്ങനെ കുറെ നേരത്തെ പണ്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നല്ലോ എൻ്റെ മച്ച ഞാൻ. അപ്പം എന്നെ കണ്ടിട്ട് ഇപ്പം പറയാൻ തോന്നുന്നു പറഞ്ഞു. അപരാധം ഒന്നും പറയല്ലേ. അപരാധം സോറി, അത് കട്ടേ. അപരാധം ഒന്നും പറയല്ലേ. നമ്മൾ ഓൾറെഡി ഒരു നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ കാണുമ്പോൾ ഒരു വീഡിയോ. അപ്പം അതെന്ന് പറയും. അതൊന്നും എടുത്തിടല്ലേ. എന്നാലും ഒന്ന് പറ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യൂട്ട് എന്തെങ്കിലും പറയണ്ട. എന്തെങ്കിലും നിന്നെ കാണാൻ നല്ല രസം. നിന്റെ ആ 2 കണ്ണില്ലേ, കണ്ണ് നന്നായിട്ടുണ്ട്. മുടിയും കൊള്ളാം, അറ്റത്തെ കളറ് കൊള്ളാം. പിന്നെ താഴോട്ട് ഞാൻ പോകുന്നില്ല. താഴോട്ട് എന്തിനാ പോകുന്നത്? മുഖത്താണ് നോക്കേണ്ടത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഈ മൂക്കിന്റെ താഴോട്ട് ചുണ്ട്. നീ എങ്ങോട്ടാ പോയേ? ഞാൻ പോയില്ല. നീ ഇങ്ങനെയാണോ ആൾക്കാരുടെ ഒരു വീഡിയോ എടുക്കുന്നത്? ഞാൻ കണ്ണേ നോക്കാറുള്ളൂ പെൺകുട്ടികളെ. പിന്നെ പിരിയവും കണ്ണും നോക്കും. അതിലാണ് എനിക്ക് തോന്നുന്നു കൂടുതലും. പിരിയൊക്കെ നോക്കുക ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നല്ല രസമല്ലേ? ചിലരുടെ പിരിയൊക്കെ ഉണ്ട്, നല്ല രസം. ത്രെഡ് ചെയ്യുമ്പോഴേക്കും അത് അടിപൊളി. അല്ലാതെ ത്രെഡ് ചെയ്യാത്ത പെൺപിള്ളേരുണ്ട്, മനസ്സിലായില്ലേ?
നല്ല രസമായിരിക്കും കാണാൻ. ഓക്കെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ ഇഷ്ടംപോലെ. ആരെങ്കിലും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലേ? സ്പാർക്കാണ്, ക്രഷാണ് ഒന്നും പറഞ്ഞിട്ടില്ല? എങ്ങോട്ടോ? അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ? എടാ ഇത് വീഡിയോക്ക് പറയുന്നേ ഉള്ളൂ, അല്ലാതെ പറയത്തില്ല. ഓക്കെ. ഭയങ്കര ഫസ്റ്റ് വൈറൽ വീഡിയോ ഏതായിരുന്നു? ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കയറിക്കൊണ്ടിരുന്നത് പെണ്ണിൻ്റെ അല്ല, എൻ്റെ ഒരു അനിയൻ ചെക്കൻ ഉണ്ടായിരുന്നു. അവന് വയ്യാത്ത ഓട്ടിസം. അപ്പോൾ അവനോട് ടോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കയറിക്കൊണ്ടിരുന്നത്. അത് ഹിറ്റായി. ഓക്കെ. ഭയങ്കര വൈറലായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് പിന്നെ ഗേൾസുമായിട്ടൊക്കെ ഉള്ള അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച ഒരു സാധനം മൂവിയിലൊക്കെ പോവാനൊക്കെ ഉണ്ട്. വരുന്നുണ്ട് അപ്പൊ മൂവി? വരും. ഫിലിം ആക്ടറിന്റെ കൂടെ സെറ്റ്. അപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞു ഇപ്പോ? അല്ല, തുടങ്ങുന്നേ ഉള്ളൂ. ആരാണ് ആക്ടർ അങ്ങനെയൊന്നും പറയാം? സർപ്രൈസ്. ഓക്കെ. അപ്പം ഇനി മൂവി പ്രൊമോഷനൊക്കെ അപ്പൊ ഇനി കാണാം. തിയേറ്ററിൽ വരാം മൂവിയൊക്കെ കാണാൻ. ചെറിയ സ്ക്രീനിൽ വലിയ സ്ക്രീനിലേക്ക് ഭയങ്കര കാര്യം അതൊക്കെ. ഞാൻ അതുകൊണ്ടാണ് വണ്ണവും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ജിമ്മ് പക്ഷെ നല്ലതാണ്, മോട്ടിവേഷൻ ആണല്ലോ നമുക്കിപ്പോ. അല്ല, ഞാൻ നേരത്തെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്റെ ബോഡി ആണെങ്കിൽ നല്ല സ്ട്രെച്ചബിൾ ആണ്. ഞാൻ കുൻഫു ബ്രൗൺ വരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ സമയത്താണ് ഈ ഒരു അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നിർത്തിയത്. ഓക്കെ. അപ്പൊ ഇനി നല്ല മൂവീസിലൊക്കെ ഇനി കാണട്ടെ. ഫാൻ ഗേൾ എന്നൊക്കെ പറഞ്ഞു വരും, മൈൻഡ് ചെയ്യണേ അപ്പോഴൊക്കെ. ഇവിടെ ഏതാന്ന് ചോദിക്കും അവസാനം, ഇവിടെ ഏതാന്നൊക്കെ ചോദിക്കും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും. മറക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണ്, വന്ന വഴി മറക്കത്തില്ല. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ കയറുക, ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മുകേഷിനെ അല്ലേ, മല്ലുചേരി, ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്കൊരു സപ്പോർട്ട് തന്നത്. ഞാൻ എത്ര വളർന്ന് വലിയ ആളായാലും ആ ഒരു സ്ഥാനം അവിടെ കിടക്കും. കാരണം അത് ഞാൻ വന്ന വഴിയാ. മനസ്സിലായല്ലേ? ഓക്കെ. അപ്പോ ആളിപ്പം ചെറിയ സ്ക്രീനിലേക്ക് വലിയ സ്ക്രീനിലോട്ട് ബിഗ് സ്ക്രീനിലോട്ട് പോവാൻ നിൽക്കുവാണ് ഒരു മൂവിയിലേക്കൊക്കെ. അപ്പൊ 3 താഴ്ത്തി പറഞ്ഞവരൊക്കെ മുന്നില് എന്തുവാ നിൽക്കും. നമ്മള് ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരുടെ മുമ്പേ നമ്മളത് പറ്റിക്കുക, അത്രേ ഉള്ളൂ. കാണിക്കുക. 1 3 മൂവി എന്റെ മോനെ സീൻ നമുക്ക് ചാൻസ് മേടിച്ചു തരും. ചെറിയ റോൾ കേട്ടോ. ചെറിയ റോളായാലും അത് വലിയ കാര്യമില്ല. ഒരു ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പം മൂവിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിന് ആളെ കിട്ടാൻ പറ്റില്ല. ഇനി മച്ചെന്ന വീഡിയോ തന്നെ നമ്മൾ കാണാനൊന്നും പോകുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും ടൈം എന്നെ സഹിച്ചിരുന്നതിന് താങ്ക്സ്. കൊള്ളായിരുന്നു കേട്ടോ. പണ്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് ഇപ്പൊ തന്നെ ചോദിക്കണം. ഉണ്ടോ? ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒത്തിരി പേര് ആര് കാത്തിരിക്കുന്നത്? അവരെ കമന്റ് ഇവളൊക്കെ ഏതാന്ന് ചോദിക്കാം, ആര് കാത്തിരിക്കുന്നൊക്കെ ചോദിക്കും. എടാ, ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, കുറച്ച് ആൾക്കാർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്കൊക്കെ വിഷമം തോന്നും. ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ട് എന്നെ അടിക്കും ഇവിടുന്ന് പറയുമ്പോ. ബോയ് ഫ്രണ്ട് ഞാൻ സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. സ്റ്റോറിയിൽ കുറെ പേരുണ്ട്, അതിൽ ആരും ചോദിക്കാൻ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലേ? നമുക്ക് പെണ്ണിട്ടാത്ത കാര്യം ഇതാ. ഇപ്പൊ മനസ്സിലായല്ലേ? എല്ലാത്തിനും ലൈനാ. ഒന്നെങ്കിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരെ ഏതെങ്കിലും കഞ്ചാവ് പഠിക്കുന്നവൻ എടുത്തോണ്ട്, കഞ്ചാവൊന്നും അല്ല, കാണാൻ കൊള്ളാവുന്ന പെണ്ണിന്റെ കാര്യം പറഞ്ഞത്. അല്ല എങ്കിൽ ഇവന്മാർ ഇതുങ്ങളെ പറ്റിച്ചിട്ട് ഇതുങ്ങളൊരു തീരുമാനം എടുക്കും, ഇനി ഞാൻ കല്യാണം കഴിക്കൂല, അല്ലെങ്കിൽ എന്താണ് ഇനി വീട്ടുകാർ പറയുന്നവരെ കേട്ടതേ ഉള്ളൂ. ഈ സിൻസിയറായിട്ട് പ്രേമിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? സിൻസിയറായിട്ട് സ്നേഹിക്കുന്നവർ എപ്പോഴും കരയാൻ തയ്യാറായിക്കൊണ്ടിരുന്നു. കരഞ്ഞിട്ടുള്ളവനാ, 8 വർഷത്തെ കരഞ്ഞിട്ടുള്ളവനാ. നീയൊക്കെ കള്ളത്തരം കാണിച്ചില്ലെങ്കിൽ നീയൊക്കെ കരയും. സിൻസിയറായിട്ട് നിന്നാ നമ്മൾ കരയും. സിൻസിയറായിട്ട് നിന്നാ നീ കരയും. ഇല്ലാതെ ഞാൻ കുറെ കരഞ്ഞു. അങ്ങനെയല്ല. അതെ, നീ സിൻസിയറായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഞാൻ സിൻസിയറായിട്ടാ നിൽക്കുന്നത്. അപ്പൊ അവനും ഈശ്വര, ഒരു കാര്യം പറയാം, രണ്ടുപേരും സ്നേഹിച്ചുണ്ടല്ലോ, ചിലപ്പോൾ ദൈവം ചതിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്താ പറയത്തില്ലേ? ബ്രേക്കപ്പ് ആവണോ പറയൂ. ഓക്കെ, ചുമ്മാ സിംഗിൾ ആണ്. ഇനിയിപ്പം ഷോന്റെ ഗസ്റ്റ് ബെസ്റ്റ് ക്രഷ് എല്ലാം പോകും. ചുമ്മാ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് എന്റെ മച്ച. അപ്പൊ നമുക്ക് ഇനി അടുത്ത മൂവി ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. ഈ വർഷത്തല്ലേ സിനിമയുടെ കാര്യമല്ലേ, എന്തും സംഭവിക്കാം സിനിമയിൽ. മനസ്സിലായില്ലേ? അതിപ്പോ പോണ വഴി സ്റ്റെപ്പിൽ നിന്ന് വീണാലും തീർന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.